أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ആമുഖമായി നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അത്തരത്തിലുള്ള ജീവിതം നയിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. സാന്ദർഭികമായ, നമ്മളൊക്കെ ഏറെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. അതിശക്തമായ ചൂടാകുന്ന വേനലവധിക്ക് ശേഷം നമ്മുടെ മക്കൾ വീണ്ടും വിദ്യാലയങ്ങളിലേക്കും മദ്രസകളിലേക്കുമൊക്കെ യാത്ര തിരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. വിജ്ഞാനത്തിൻ്റെ പുതിയ ഒരു വസന്തകാലത്തിൻ്റെ തുടക്കമാണ് വരാനിരിക്കുന്നത്. അറിവ് നേടുക എന്നുള്ളത് കേവലം ഒരു ദുന്യവീപരമായ ലൗകിക ആവശ്യം മാത്രമല്ല. ഇസ്ലാം അതിനെ ഒരു ഇബാദത്തായിട്ടാണ്, ആരാധനയായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് ദുന്യവിയായ വിദ്യാഭ്യാസമാണെങ്കിലും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസമാണെങ്കിലും രണ്ടും അനിവാര്യമാണ്. മഹാനായ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ആദ്യം അവതരിച്ച വിശുദ്ധ ഖുർആനിലെ സൂക്തം വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ പ്രയോഗം തന്നെ ഇഖ്റ എന്നാണ്. തൻ്റെ സൃഷ്ടിച്ചവനായ രക്ഷിതാവാരോ അവൻ്റെ നാമത്തിൽ താങ്കൾ വായിക്കുക എന്നാണ്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ഒരു വേദഗ്രന്ഥങ്ങളും ലോകത്തില്ല ഖുർആനല്ലാതെ. അത്രത്തോളം ഇൽമിന്, വിജ്ഞാനത്തിന് സ്ഥാനം നൽകിയ മതമാണ് ഇസ്ലാം. മഹാനായ ഇമാം റാസി റഹിമഹുല്ലാ, ഞാനീ പറഞ്ഞ സൂറത്തുൽ അലഖ് ഉണ്ടല്ലോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, 5 ആയത്താണല്ലോ ആദ്യം അവതരിച്ചത്. ആ ആയത്തുകളുടെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരണം ആരംഭിച്ചത്, ഇമാം റാസി റഹിമഹുല്ല പറയാണ്, പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അവതരണം അള്ളാഹു ആരംഭിച്ചത് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല. ഇസ്ലാമിൽ എത്രത്തോളം സ്ഥാനമുള്ള ഇബാദത്താണ് നിസ്കാരം. നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഖുർആനിൻ്റെ ആദ്യ തുടക്കം തന്നെ, അല്ലെങ്കിൽ നോമ്പ് നോൽക്കണം എന്നുള്ളത് കൽപ്പിച്ചുകൊണ്ടൊന്നുമല്ല. നേരെ മറിച്ച് വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് മഹാനായ ഇമാം റാസി റഹിമഹുല്ലാ പറയാണ്, എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറയാൻ കാരണം? ഇൽമില്ലാതെ, അറിവില്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ജീവൻ ഉണ്ടാവൂല എന്ന്. നിസ്കാരം യഥാവിധി നിർവഹിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൽമു വേണം. ഇസ്ലാമിൽ ഏത് കാര്യങ്ങളും അങ്ങനെയാണോ? എന്നിട്ട് മഹാനായ ഇമാം റാസി റഹിമഹുല്ലാ കൂട്ടിച്ചേർത്തു,
അറിവാണ് ഇസ്ലാമിൻ്റെ ജീവൻ. അതുകൊണ്ടാണ് ഖുർആനിൽ ഇഖ്റ, വായിച്ചറിവ് നേടുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ കാരണമെന്ന് അദ്ദേഹം പറയുന്നതായി കാണാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അവ്വലു നിഅമത്തിൻ അൻഅമല്ലാഹു ബിഹാ അലാ ഹാദൽ ഇൻസാൻ ബഅദ ഖൽഖിഹി. മനുഷ്യനാകുന്ന ഈ ജന്തുവർഗത്തെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു അവന് നൽകിയ ഒന്നാമത്തെ നിഅമത്ത് എന്ന് പറയുന്നത് തന്നെ, ഒന്നാമത്തെ നിഅമത്ത് മനുഷ്യനെ സൃഷ്ടിച്ച ആ സമയം മുതൽ ഒന്നാമത് മനുഷ്യൻ അള്ളാഹു നൽകിയ നിഅമത്ത് എന്ന് പറയുന്നത് അവ്വലു നിഅമത്തിൻ അൻഅമല്ലാഹ്. അതെന്താണ്? അത് ഇൽമാണ്, അറിവാണ്. ഫദല്ല ഹാദാ അലാ അന്നൽ ഇൽമ ഹുവ അശ്റഫുസ് സിഫാത്ത് അർറഗ്ബത ഫീഹി ഔലൻ നശാത്താത്ത് എന്ന് അദ്ദേഹം തുടർന്ന് പറഞ്ഞു. അത് നേടിയെടുക്കാനുള്ള അനുഗ്രഹമാണ് പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല പ്രവർത്തനം എന്നാണ്. അപ്പം നമ്മളിവിടെ ഇബാദത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്, ജുമാക്ക് അല്ലേ, ഒരറിവ് നേടുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പം നമ്മളൊക്കെ അധ്വാനിക്കുന്നതിൽ, വിയർപ്പൊഴുക്കുന്നതിൽ ഏറ്റവും നല്ല അധ്വാനം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഇൽമ് സ്വായത്തമാക്കാനുള്ള അധ്വാനങ്ങളാണെന്ന്. അത് ചെറിയ അധ്വാനമല്ല. അതുകൊണ്ടാണ് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം ശ്രേഷ്ഠതകളും ഫضലുകളുമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ബാധ്യതയാണെന്ന് വരെ പറഞ്ഞില്ലേ. ത്വലബുൽ ഇൽം, അറിവന്വേഷിക്കുക എന്നുള്ളത് ഫരീളത്തുന്നാണ് അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. എല്ലാ മുസ്ലിമായ ആണിൻ്റെയും പെണ്ണിൻ്റെയും മേൽ നിർബന്ധമാണ്. ഫരീള എന്ന് പറഞ്ഞാൽ വുജൂബാണ്, നിർബന്ധമാണ് അറിവ് നേടുക എന്നുള്ളത്. അറിവിൻ്റെ വേണ്ടി ജീവിതത്തിൻ്റെ വലിയ ഭാഗം മാറ്റിവെച്ച ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ അതിനുവേണ്ടി ഒട്ടനവധി യാത്രകൾ ചെയ്ത മഹാപണ്ഡിത വരേണ്യരാണ്. മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ ഒരാൾ കൂടിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഏറെ ഗംഭീരമാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലൊരു പ്രയോഗം ഇങ്ങനെയാണ്, അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുണ്ട്. അത്രമേൽ ഇൽമ സമ്മാനിച്ച മഹാമനുഷ്യനാണ് അദ്ദേഹം. എന്താ അദ്ദേഹം പറഞ്ഞത്? ഹാജത്തുന്നാസ് ഇലാ ഇൽമി അശദ്ദു മിൻ ഹാജത്തിഹിം ഇലാ ത്വആം വശറാബ്. ഒരു മനുഷ്യന് ഭക്ഷണത്തോടും കുടിക്കുന്ന വെള്ളത്തോടുമുള്ള ആവശ്യം എത്രയാണോ അതിനേക്കാൾ ആവശ്യമാണ് പോൽ അറിവ് നേടുക എന്നുള്ളത്. ശരീരത്തിൻ്റെ കൂത്താണ് ഭക്ഷണം, ഭക്ഷണം കുടിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ. മനസ്സിൻ്റെ കൂത്താണ് ഇൽമ. അദ്ദേഹം എന്തുകൊണ്ടാണ് വെള്ളത്തെക്കാളും ഭക്ഷണത്തെക്കാളും അറിവ് അനിവാര്യമാണെന്ന് പറയാൻ കാരണം വെറുതെ പറഞ്ഞല്ല, തുറന്നുകൊണ്ട് പറഞ്ഞു. ലി അന്ന ത്വആമ വശറാബ യുഹ്താജു ഇലൈഹി ഫിൽ യൗമി മറത്തൻ ഔ മറത്തൈൻ. ഭക്ഷണം ഒരു മനുഷ്യന്, വെള്ളം ഒരു മനുഷ്യന് വേണ്ടത് അനിവാര്യമായിട്ട് ഒന്നോ രണ്ടോ ഒക്കെ തവണയല്ലേ വേണ്ടത്. ഇപ്പോഴൊക്കെ അവൻ്റെ വയറ് നിറയും, ഓൻ ഉന്മേഷമുള്ള ആളായി മാറും. എന്നാൽ അറിവ് അങ്ങനെയല്ല. വഹാജത്തുഹു ഇലാ ഇൽമി ബിഅദദി അൻഫാസിഹി എന്നാണ്. അവൻ ശ്വസിക്കുന്ന വായുവിൽ, വിശ്വസിക്കുന്നതിൽ എല്ലാം അവന് അറിവ് ആവശ്യമാണ്. ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളിലും അറിവ് അവൻ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഭക്ഷണത്തെക്കാളും വെള്ളത്തെക്കാളും അറിവ് അനിവാര്യമാണ് എന്ന് പറയാൻ കാരണം എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ നേതാവിനോട് അല്ലാഹു പറഞ്ഞ എന്താ? ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വാക്യത, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വാക്യത അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു മാ ഖുൽത് അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും, നമ്മുടെ നേതാവ് പറയാൻ, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളലായ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് സൂറത്ത് മുഹമ്മദിൽ നമ്മുടെ നബിയോട് അല്ലാഹു പറഞ്ഞ എന്താ? നമ്മുടെ നബിയുടെ പേരുള്ള അധ്യായത്തിലൂടെ പറഞ്ഞ എന്താ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അമ്രാണ്. അമ്രുകളാകുന്ന കാര്യങ്ങൾ, കൽപ്പനകളൊക്കെ ഇസ്ലാമിൽ നിർബന്ധമാണ്, ചെയ്യണം എന്നാ പറഞ്ഞത്. ഫഅലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ്റുമെങ്കിൽ പഠിച്ചോളി എന്നല്ല. നബിയെ നിങ്ങൾ മസ്റ്റായി പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. എന്തിനെക്കുറിച്ച്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എത്ര ഷർത്തുണ്ട്, നമ്മളിൽ എത്ര പേർക്ക് അറിയാം?
ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എല്ലാ വശങ്ങളും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഓരോ ആളുകൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. എത്ര ആളുകൾ അതിനെക്കുറിച്ച് അറിഞ്ഞു? ഖുർആനിലെ നിർബന്ധമായൊരു കൽപ്പനയാണെന്ന് അറിയണമെന്നുള്ളത്. ഇസ്ലാമിക ലോകത്ത് ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണല്ലോ സിഹാഹുസിത്ത. ആ സിഹാഹുസിത്തയിൽ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ ഏറ്റവും മുഖ്യമായതും ഏറ്റവും ശ്രേഷ്ഠമായതും സ്വീകാര്യമായതുമായ ഗ്രന്ഥം ഏതാണ്? ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയാണ്. സ്വഹീഹുൽ ബുഖാരിയെക്കുറിച്ച് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന എന്താണ്? അസഹുൽ കുത്തുബി എന്നാണ്. അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാ സ്വഹീഹുൽ ബുഖാരി. പരിശുദ്ധ ഖുർആന് ശേഷം മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥമാകുന്നു സ്വഹീഹുൽ ബുഖാരി എന്നാണ്. 6 ലക്ഷത്തിലധികം ഹദീസുകൾ കാണാതെ അറിഞ്ഞിരുന്നു അദ്ദേഹത്തിന് അന്ന് കാലത്ത്. ആ ഇമാം ബുഖാരി അദ്ദേഹത്തിന് സ്വഹീഹുൽ ബുഖാരിയിൽ വെച്ചത് 7000 ഹദീസുകളാണ്. ഈ 7000 ഹദീസുകൾ അദ്ദേഹം എടുത്തത് എവിടുന്ന? ഈ 6 ലക്ഷം ഹദീസിൽ നിന്നാണ്. ബാക്കിയുള്ള ഹദീസൊക്കെ എന്താ വേണ്ടാത്തോണ്ടാ? അല്ല, അതിൽ ഏറ്റവും തിളക്കമുള്ളതും മൂർച്ചയുള്ളതും സ്വഹീഹുമായ ഹദീസുകൾ മാത്രമാണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്. ആ സ്വഹീഹുൽ ബുഖാരിയിലേക്ക് അദ്ദേഹം അത്ര ഉറപ്പുള്ള ഹദീസ് എടുത്തു വെക്കുമ്പോൾ കഅബാലയത്തിൻ്റെ താഴെ, ഇനി അതല്ല മസ്ജിദുൻ നബവിയിൽ വെച്ചൊക്കെ അദ്ദേഹം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് സുദീർഘമായി ദുആ ചെയ്തിട്ടാണ് ആ 7000 ഹദീസുകൾ അതിൽ വെച്ചിട്ടുള്ളത്. അപ്പം അതിലൊന്നും എടുത്തു മാറ്റാനില്ല എന്നർത്ഥം. അത്രക്ക് സ്വഹീഹാണ്. ആ ഇമാം ബുഖാരിയുടെ സ്വഹീഹിലെ ഒരു ഹദീസിൻ്റെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ എന്താണ്? അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. ഒരു വാക്കുച്ചരിക്കുമ്പോൾ, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യമായി വേണ്ടത് അറിവാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും അതിന് മുന്നേ ആദ്യം വേണ്ട സ്റ്റെപ്പ് അൽ ഇൽമു, അത് അറിവാണ് എന്നുള്ളതാണ്. ലിഖൗലില്ലാഹി തആല, കാരണം അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കൽ നിർബന്ധമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അതില്ല ഈ സ്വർഗത്തിൽ പോലും ഉറപ്പാ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞെന്താ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് മഹാനായ ഇമാം ബുഖാരിയുടെ സ്വഹീഹിലെ ഒരു ബാബ് തന്നെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസത്തോടൊപ്പം വിജ്ഞാനം കൂടി കൈവരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളവനായി മാറുന്നത് എന്നാണ്. പക്ഷെ അറിവ് നേടുന്നതിൽ ഇന്ന് പല ആളുകളും പിറകോട്ടാണ്. അതിൻ്റെ സദസ്സുകളിൽ പല ആളുകളെയും കാണുന്നില്ല. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് തന്നെ എന്തിനാ? അവനെ ഇബാദത്ത് എടുക്കാനല്ലേ. ഖുർആനിൽ ആയത്തില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഖുർആൻ പറഞ്ഞിട്ടില്ലേ അത്? മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നല്ല പറയണത്. ബാക്കി എന്താ? ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്നാണ്. ആ ആരാധന എങ്ങനെയാകണമെന്നുള്ളതിൽ എത്ര സമയമെടുത്ത് പഠിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അറിവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ടൈമുകൾ ഏതൊക്കെയാണ്? ഒന്ന് ലിസ്റ്റാക്കാൻ പറ്റുമോ? ആ വിഷയത്തിൽ നമ്മൾ എത്ര പിറകിലാണ്? ഖുർആൻ പറഞ്ഞ എന്താ? യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഖുർആനിൻ്റെ ആയത്താണ് മുജാദല. സൂറത്തുൽ മുജാദല, തർക്കിക്കുന്നവൾ എന്നാണ് അധ്യായത്തിൻ്റെ പേര്. ആ അധ്യായത്തിൻ്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ അറിവുള്ളവരെ ഉയർത്തിയിരിക്കുന്നു എന്നാണ്. ആ ഉയർന്നവരിൽ നമ്മളുണ്ടോ? അന്ന് ആ ചെറിയ കുട്ടിക്കാലത്ത് ഉമ്മയും ഉപ്പയും മദ്രസയിലേക്ക് ഫോഴ്സ് കാട്ടി പറഞ്ഞയച്ചപ്പോൾ അന്ന് പഠിച്ച നിസ്കാരത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിമങ്ങനെ ഓടുകയാണ് നമ്മളെ വണ്ടി. അന്ന് പഠിച്ച ചെറിയ അധ്യായങ്ങളും കൂടിയാണ് ഇപ്പം നിസ്കാരം ഇങ്ങനെ പോണത്. ഞാൻ ആരെയും വച്ചാക്കുകയല്ല, അങ്ങനെ വിചാരിക്കരുത്. നമ്മളുടെ അറിവിൻ്റെ കുറവ് മനസ്സിലാക്കാനാണ് ഞാൻ പറയണത്. ഇപ്പോഴും അറിവ് ചാർജാക്കുന്ന വിഷയത്തിൽ നമ്മളെ പല ആൾക്കാരും പുറകോട്ട് തന്നെയാണ്. ലാ ശക്ക ഫീ. ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് അത് നിർവഹിക്കുമ്പോഴാണ് അതിൻ്റെ പൾസ് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കത് നിർവഹിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ നോക്ക്, ബദർ യുദ്ധത്തിൽ ആരാ ജയിച്ചേ? ഇസ്ലാമിക ചരിത്രത്തിൽ 1-ാമത്തെ ഗസ്വത്തല്ലേ ബദർ. ആ ബദറിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയെന്ന് ആരാ അറിയാത്തത്? ആ മുസ്ലിമീങ്ങൾ ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് തടവുകാരെ പിടിച്ചില്ലേ? ആ തടവുകാരെ പിടിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവുകാരെ മോചിപ്പിക്കാനുള്ള മോചനദ്രവ്യമായി പഠിപ്പിച്ചത് എന്താണെന്നറിയങ്ങള്? മോചനദ്രവ്യമായി പഠിപ്പിച്ചെന്താ? മദീനയിലെ 10 മുസ്ലിം കുട്ടികളെ എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ
നിങ്ങൾക്ക് വെറുതെ പോകാമെന്നാണ് ആരോട് പറഞ്ഞത്? പടുമുശ്രിക്കുകളോട് പറഞ്ഞത്. ഓൽക്കിപ്പോൾ ഇൽമിയായിട്ട് ദീനീപരമായിട്ട് ഒന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ മക്ക മുശ്രിക്കുകൾക്ക്, ഇല്ല. പിന്നെ ഏതറിവാണ് കൊടുക്കാൻ പറഞ്ഞത്? എഴുതാൻ അറിയുക എന്ന് പറയുന്ന അറിവ്, വായിക്കാൻ അറിയുക എന്ന് പറയുന്ന അതിനെ വരെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഹുതുബ തുടങ്ങിയത്, വിദ്യാലയങ്ങളിലേക്ക് നമ്മളെ മക്കൾ പോകുന്നത് വരെ അള്ളാനെ കണ്ടെത്താനും അതിലൂടെ ഇബാദത്ത് നിർവഹിക്കാനും ഈ രണ്ട് ലോകത്തുമുള്ള അറിവ് നേടാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട യുദ്ധത്തടവുകാരെ രക്ഷപ്പെടുത്താനുള്ള മോചനദ്രവ്യമായി പറഞ്ഞെന്താ? മദീനയിലെ മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ എഴുത്തുവാനും പഠിപ്പിച്ചു കൊടുക്കുമോ? ഒരു 10 ആളെ പഠിപ്പിച്ചാൽ മതി, നിങ്ങൾക്ക് പോകാം. അപ്പോൾ ഇൽമിന് സ്ഥാനം കൊടുത്തോ നമ്മളെ നേതാവ്? അത്രമേൽ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആണ് ഇസ്ലാമിൽ അറിവ് നേടുക എന്നുള്ളത്. അത് മതപഠനത്തോടൊപ്പം ഞാൻ പറഞ്ഞില്ലേ, ഭൗതിക വിദ്യാഭ്യാസവും നമുക്ക് വേണം. ഇസ്ലാം എന്ന് പറയുന്നത് പല ലോകത്തേക്കുള്ള അറിവുകൾ മാത്രം സ്വായത്തമാക്കി ദുനിയാവിൽ ഒന്നിനും കൊള്ളാത്ത ഒരു ചവറായി ജീവിക്കണം എന്നല്ല. ഇപ്പം നമ്മളൊക്കെ ദുആ ചെയ്യണ പ്രാർത്ഥന എന്താ? 2 ലോകത്തുള്ള ഇൽമും നടണം, 2 ലോകത്തുള്ള ഇൽമും വേണം. പക്ഷെ ഒന്നൊഴിവാക്കിയിട്ട് ഒന്ന് പാടില്ല. ദുനിയാവ് പാടെ ഒഴിവാക്കിയിട്ടൊരു പരലോകം പാടില്ല. പരലോകം പാടെ ഒഴിവാക്കിയിട്ട് ദുനിയാവ് ഒട്ടും പാടില്ല. നമ്മൾ ദുആ ചെയ്യുന്നൊരു പ്രാർത്ഥന തന്നെ എന്താണ്? റബ്ബന ആതിനാ ഫിദ്ദുന്യ ഹസന. അവിടെ നിർത്തിയോ? വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ എന്നല്ലേ? ദുനിയാവിലും പരലോകത്തിലും നന്മ തരണമെന്നാണ്. ഒരു വിശ്വാസി പരലോകത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണെങ്കിൽ എന്തിനാ ദുനിയാവിൽ ഹസനത്ത് തരണം എന്ന് പറഞ്ഞത്? ഒരു പക്ഷേ ഇത് തൊലിപ്പുറത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്ന ആൾക്കാരായിരിക്കും നമ്മളല്ലേ. ദുനിയാവിലും നന്മ തരണേ, പരലോകത്തിലും നന്മ തരണേ, നരകത്തിന് രക്ഷപ്പെടുത്തണേ എന്നാണല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം. വഖിന അദാബന്നാർ എന്നാണല്ലോ ലാസ്റ്റ്. എന്നാൽ ആ ദുആയുടെ വിശദീകരണം വായിച്ചു നോക്കൂ നിങ്ങൾ. എന്താണ് ദുനിയാവിലെ നന്മ എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അതിൽ ഒന്ന്, ദുനിയാവിൽ നന്മ തരണേ എന്ന് പറഞ്ഞാൽ ദുനിയാവിലൊരു മനുഷ്യനെ അവൻ്റെ ഹിദായത്ത് കഴിഞ്ഞാൽ 2ാം റാങ്കോട് കൂടി കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഒരു മുക്ക് പള്ളിക്ക് ജമാഅത്തിനൊന്ന് പോകണം, ഇങ്ങോട്ട് എത്താനുള്ള ആരോഗ്യം. ഇത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകണം, അതാണ് ആരോഗ്യം. ഒരു യാത്രയുണ്ട്, സ്വന്തം മനസ്സാഗ്രഹിക്കുന്നിടത്ത് ശരീരം എത്തുക എന്നുള്ളതാണ് ആരോഗ്യത്തിൻ്റെ ഡെഫിനിഷൻ. അത് അൽഹംദുലില്ലാ നമുക്കിപ്പോൾ ചെറിയൊരു ഊരവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ളൂ. ഒരു ചെറിയ മുട്ടുവേദന, ഒരു തലവേദന, ഇടയ്ക്കൊക്കെ എവിടെയൊക്കെ ഒരു ചെറിയ പെയിൻ, അൽഹംദുലില്ലാ എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. എത്ര ആളുകളാ കടന്നോടം നീക്കാൻ കഴിയാത്ത ആൾക്കാരുള്ളത്? എത്ര ആളുകളെ വേദന കടിച്ചമർത്തി ജീവിക്കുന്നത്? അതിലൊന്നും നമ്മളല്ല പെടുത്തിയില്ലല്ലോ. അള്ളാഹു നമുക്ക് മരണം വരെ നമ്മുടെ ഈ ആരോഗ്യത്തെ നിലനിർത്തി തരുമാറാകട്ടെ. ആ റബ്ബന ആതിന ഫിദ്ദുനിയ എന്ന് പറഞ്ഞില്ലേ, ആ ഫിദ്ദുനിയയിൽ ഒന്നാമത് ആരോഗ്യ. രണ്ടാമത് പറഞ്ഞ എന്താ നിങ്ങൾ, കുഴപ്പമില്ലാതെ താമസിക്കാൻ പറ്റിയൊരു വീടാണ്. അൽഹംദുലില്ലാ, അതൊക്കെ നമ്മളിൽ പല ആളുകൾക്കും ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ വീടും ആരോഗ്യമൊക്കെ ഉള്ളതോടൊപ്പം തന്നെ പട്ടിണി കിടക്കാതെ പറ്റാവുന്ന സമയത്തൊക്കെ 3 നേരം അന്നം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടോ? നീ ദുനിയാവ് നേടിയതാണ്. ഹിർസുമിന ദുനിയ എന്നാണ് നമ്മുടെ നേതാവ് പറഞ്ഞത്. ദുനിയാവ് മുഴുവൻ നേടിയവനാണ് അത്ര ആര്? ആരോഗ്യവും വീടും ഭക്ഷണമൊക്കെ ഉള്ള ആൾക്കാരെ. വേറെ റിവായത്ത് കാണാൻ ഒരു വണ്ടി ഇതില്ലാത്ത ആൾക്കാർ ഇവിടെ ആരെങ്കിലും ഉണ്ട്? എനിക്ക് തോന്നണമല്ല. അതൊക്കെ ആവറേജ് ആൾക്കാർക്ക് വരെ ഉണ്ടാവും അല്ലേ? ദുനിയാവ് നേടിയെന്നാണ് പറഞ്ഞത്. ലോകത്ത് 74% ആളുകൾക്കും ഇല്ലാത്ത ഒരു നിഅമത്താണ് നമുക്കുള്ളത്. ലോകത്ത് 74% ആളുകൾക്ക് ഇല്ലാത്തതാണ് അത്ര എന്ത്? ഈ പറയപ്പെട്ട 4 ഈ ഒരു മുക്ക് പള്ളിയിൽ എന്നെ കേൾക്കുന്നവർക്ക് ഇതൊക്കെ അല്ലേ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ഉള്ളതിൽ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതൊക്കെ ഇതിൽ പെടുവേ. ഈ ദുനിയാവിൻ്റെ വിഷയം പറഞ്ഞു കൊടുത്തതൊക്കെ പെടും. ഇനി മാത്രമല്ല, ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ റസൂൽ പറഞ്ഞാണ് അൽ ഇൽമുൻ നാഫിഉ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞ ദുനിയാവിൽ നന്മ തരണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ഉപകാരപ്രദമായ എന്തറിവും. നല്ലൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് വേണ്ടേ? വണ്ടി ഓടിക്കണമെങ്കിൽ അറിയണ്ടേ? എന്തിനും അറിവ് വേണ്ടേ? ആ അറിവ് മതപരമാകട്ടെ ഭൗതികമാകട്ടെ, ആ അറിവൊക്കെ ദുനിയാവിൻ്റെ നിഅമത്താണ്, ദുനിയാവിൻ്റെ അനുഗ്രഹങ്ങളായി പഠിപ്പിക്കപ്പെട്ടതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, മതപഠനമില്ലാത്ത ഭൗതിക പഠനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകൾ നിയന്ത്രണമില്ലാത്ത വാഹനം പോലെയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. മതപഠനമില്ലാതെ അതിനോട് ഒട്ടും ഒരു താല്പര്യം കാണിക്കാതെ ദുനിയാവിൽ മാത്രം, നമ്മളെ മക്കളെയാകാം, നമ്മളാകാം, വേണ്ടപ്പെട്ടവരാകാം, അതിന് മാത്രം തളച്ചിടുകയാണോ,
കൺട്രോൾ ഇല്ലാതെ പോണൊരു വണ്ടി പോണ പോലെ പോവാ. അത് എവിടെ ചെന്ന് അവസാനിക്കും, എന്താ സംഭവിക്കുമെന്നും അറിയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കണ്ടോ? ഇനി മാത്രമല്ല സഹോദരങ്ങളെ, ഇമാം ഷാഫി റഹിമഹുല്ലാ, ഇമാം ഷാഫി അല്ല, ഇമാം ഷാഫി റഹിമഹുല്ലാ മറ്റൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ നമുക്ക് കാണാം, ലാ അഅലമു ഇൽമൻ ബഅദൽ ഹലാലി വൽ ഹറാമി അംബല മിന തിബ്ബ് എന്നാ പറഞ്ഞത്. എന്തൊരു പ്രയോഗമാണ്, ചിന്തനീയമായ പ്രയോഗമാണ്. ഹലാലും ഹറാമും, ഇസ്ലാമിൽ ഹലാലും ഹറാമും ഒക്കെ ഉണ്ടല്ലോ. ഈ ഹലാലും ഹറാമും പഠിക്കുന്ന ദീനി വിജ്ഞാനം കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വൈജ്ഞാനിക മേഖല എന്ന് പറഞ്ഞാൽ തിബ്ബാണെന്ന് പറഞ്ഞത്. ഇൽമു തിബ്ബ്. തിബ്ബ് എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ്, ആരോഗ്യപരമായിട്ടുള്ള അറിവുകളുണ്ടല്ലോ, ഹെൽത്തി പരമായിട്ടുള്ള ഇൽമുകൾ, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പറഞ്ഞത്. അപ്പം മതപരമായ പഠനത്തോടൊപ്പം തന്നെ ഭൗതികമായതും വേണം. ചില പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, നിയന്ത്രണമില്ലാതെ പോണ വണ്ടി പോലെ മാത്രമല്ല, ഈ ദുനിയാവിൻ്റെ ഇൽമും മതപരമായ ഇൽമും ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണെന്നാണ്. ഏതെങ്കിലും ഒരു ചിറകിനെ ദുർബലത വന്ന് അതിന് പറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അത് രണ്ടുണ്ടെങ്കിലേ ഈ നൗക മുന്നോട്ട് സുന്ദരമായി പോവുകയുള്ളൂ എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് ഇൽമും നമുക്ക് നേടാൻ പറ്റണം. പക്ഷെ ഇന്ന് സംഭവിക്കണം എന്താന്ന്, നിങ്ങൾ തൂക്കം കൂടുതൽ ദുനിയാവാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നഹ ഉലായി യുഹിബ്ബൂനൽ അജില വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ഖുർആൻ ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന, നമ്മളൊക്കെ ഏറെ നിരാശയാക്കുന്ന ഒരു ആയത്താണത്. അല്ലാതെ ചില ആയത്തുകൾ എങ്ങനെയാണ്, പേടിപ്പെടുത്തി പോകും. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, ഒരു പരലോകത്ത് മറന്നിട്ട് ദുനിയാവിൻ്റെ പിന്നാലെ പോണോലാണ്. അള്ളാഹു അവരിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് പറയാണ്, ഭാരമേറിയ ലോകമാണത് പരലോകം, യൗമൻ സഖീലാന്നാണ്. അതിനെ മറക്കുക. അതുകൊണ്ട് നമുക്ക് പ്രയോറിറ്റി, ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ ബുദ്ധി തന്നെ പറയണില്ലേ, അത് സഹോദരങ്ങളെ ഒരു ഒറിജിനലും ഡ്യൂപ്ലി ഇപ്പം നമ്മളെ മുമ്പിൽ കൊടുന്നു വെച്ചാൽ നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുക? ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമല്ലേ. എന്നാൽ ദുനിയാവും പരലോകം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോറിറ്റി പരലോകമാണ്. അവൾ ദുനിയാവിനേക്കാളും ഒരു പടി മുകളിൽ നമ്മൾ അറിയേണ്ടതും അന്വേഷിക്കേണ്ടതും പരലോകമാണ്. കാരണം ഇപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും ഇപ്പം ഇന്നലെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. അതിലൊക്കെ നമ്മൾ ഓതിയൊരു സൂറത്തില്ലേ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. അതിലൊരായത്ത് എന്താ, വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. വല്ലുഹാ വല്ലൈലിൽ എന്താ പറഞ്ഞത്, വൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊലാ. ഈ ഒന്നാമത്തെ ലോകത്തേക്കാൾ നല്ലതും പരലോകമാണ്. കണ്ടാ, ദുനിയാവിനേക്കാൾ ഹൈറ് പരലോകമാണ് സബ്ബിസ്മിയിൽ. അപ്പം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിനായിരിക്കണം. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുക്കണം, നല്ല ഹലാലായ ഉന്നത തലങ്ങളിലൊക്കെ നമ്മളെ മക്കളെ എത്തിക്കണം. ഡോക്ടറാക്കിക്കോളി, എഞ്ചിനീയർ ആക്കിക്കോളി, സാമൂഹ്യ സുരക്ഷകരാക്കിക്കോളി, നല്ല 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 നേതാക്കന്മാരാക്കിക്കോളി, ഒന്നും കുഴപ്പമില്ല. പക്ഷേ മതം ചാലിച്ച നേതാക്കന്മാരാകണം, മതം ചാലിച്ച ഡോക്ടർമാരാകണം, ദീനുള്ള അധ്യാപകരാകണം. അവിടെ നിയന്ത്രണമുള്ള ആളുകളായി മാറുകയുള്ളൂ. അള്ളാഹു അങ്ങനെ ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അല്ലേ. അള്ളാഹുവിൻ്റെ അടിമകളെ കൂട്ടത്തിൽ ഈ ഇരിക്കണ നമ്മളൊക്കെ ഉണ്ടല്ലോ. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം ഞാൻ നേരത്തെ പറയണ്ടായി, ഇബാദത്ത് ചെയ്യാനാണ്. ആ ഇബാദത്തുകളിൽ ഏറ്റവും നല്ല ഇബാദത്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി എന്നാണ്. അള്ളാഹിനെ ഭയപ്പെടൽ. ഇപ്പം നമുക്ക് പാമ്പിനെ പേടിയാണ്, നമ്മൾ എന്താ ചെയ്യുക? ആ പാമ്പിൽ നിന്ന് നമ്മൾ അകലെ ചെയ്യുക. ഒരാനയെ പേടിയാണ്, ഇന്ന് അകലും. വേറെ എന്തെങ്കിലും പേടിയാണ്, നമ്മൾ അകലും. പക്ഷെ അള്ളാഹിനെ നമ്മൾ പേടിക്കും തോറും അകലല്ല ചെയ്യുക, അള്ളാഹുവിനെ പേടിക്കും തോറും അവനിലേക്ക് അടുക്കുക ചെയ്യുക. അള്ളാഹിനെ കുറിച്ചുള്ള പേടി എന്താണ്? അവൻ്റെ നരകം, അവൻ്റെ പിടുത്തം, അവൻ്റെ ശിക്ഷകൾ. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ബോധം വിശ്വാസികൾക്ക് ഉണ്ടാവും. അള്ളാഹിനെ പേടിക്കും തോറും അവന് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ചാലേ അള്ളാഹ് നമ്മളെ സ്നേഹിക്കണത്ര ആരും സ്നേഹിക്കൂല എന്നാണ്. അങ്ങനെ അള്ളാഹ് നമ്മൾ കബൂലാക്കിയാലേ, ഒരു ഹദീസിൽ കാണാം, അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ കബൂലാക്കിയാലേ അള്ളാഹു ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ വിളിച്ചു പറയുന്നതാണ്. ജിബ്രീൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ച ഹദീസ് കൂടിയാണത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹ് വിളിച്ചു പറയുന്നത് എന്താ പറയുക?
ജിബ്രീൽ, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ഇന്ന ദമ്പതികളുടെ ഒരു മകനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ല ഇന്നൊരു വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, താങ്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണമെന്നാ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാൻ്റെ ഓർഡർ പറഞ്ഞ പിന്നെ സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഇഷ്ടപ്പെടുന്ന. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നെക്സ്റ്റ് ചെയ്യുന്ന എന്താണെന്നറിയോ? ലോകത്ത് കൊടാനക്കോടി മലക്കുകൾ ഉണ്ടെന്നാണല്ലോ. മിറാജ് യാത്രയിൽ 4 വിരല്, ഒരു മനുഷ്യൻ്റെ 4 വിരല് വെക്കാൻ പോലും ഇല്ലാത്ത ഗ്യാപ്പില്ലാത്ത നിബിഡ രൂപത്തിലാണ് അത്ര മലക്കുകൾ ആകാശ ലോകത്തിലുള്ളത്. ചിലരൊക്കെ തസ്ബീഹിലാണ്, ചിലതൊക്കെ തഹ്മീദിലാണ്, ചിലരൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ റുക്കൂയിലാണ്, സുജൂദിലാണ്. അതിനുവേണ്ടി അള്ളാഹ് ഉണ്ടാക്കിയ മലക്കുകളാണ്. ഈ മലക്കുകളോട് അഖിലം 7 ആകാശത്തുമുള്ള മലക്കുകളോട് ജിബ്രീൽ വിളിച്ചു പറയല്ലോ, എന്തേ, ഞാൻ അള്ളാഹു ഇന്നൊരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നോടും ഇഷ്ടപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. മലക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. പിന്നീട് ഭൂമിയിൽ ഒരു കബൂലിയത്ത് നൽകും. അതാർക്കാന്നറിയ നിങ്ങൾ? വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കാണാൻ പറ്റും നമുക്ക്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹിനെ പേടിക്കുന്നവർ അറിവുള്ളവരാണ്. എന്താ? അള്ളാഹിൻ്റെ അടിമകളിൽ അള്ളാഹിനെ പേടിക്കുന്നത് ആരാണ്? അറിവുള്ളവരാണ് എന്നുള്ളതാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് ഉണ്ടല്ലോ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, സൂറത്തുൽ ഫാത്തിറിലെ 28-ാമത്തെ ആയത്താണ്. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, കുല്ലമാ കാനത്തിൽ മഅരിഫ ബിഹി അതമ്മ വൽ ഇൽമു ബിഹി അക്മൽ കാനത്തിൽ ഖശ്യതു ലഹു അഗ്ളമ വഅക്സർ. നല്ല സുന്ദരമായൊരു പ്രയോഗമാണ്. അള്ളാഹുവെക്കുറിച്ചുള്ള ജ്ഞാനം, അറിവ് എത്രത്തോളം പൂർണ്ണവും സമ്പൂർണവുമാകുന്നുവോ അത്രത്തോളം അവനോടുള്ള ഭയവും ആദരവും മനുഷ്യനിൽ ഇങ്ങനെ ചാർജായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മളിവിടുത്തെ കുറച്ച് ആൾക്കാർക്ക്, നമ്മളെ ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കാനാണ് നമ്മളെല്ലാ തിങ്കളാഴ്ചയും നമ്മളെ ഈ പള്ളിയിൽ അള്ളാഹിനെ കുറിച്ച് മാത്രം പറയുന്ന സദസ്. അത് നമ്മളെ കുടുംബത്തെ പറയണില്ല, അതിൽ നമ്മുടെ നാട്ടുവർത്താനങ്ങളില്ല, അള്ളാഹിൻ്റെ പേര് മാത്രം അല്ലേ. അതിൽ നമ്മൾ എത്ര ആൾക്കാർ വരലുണ്ടെന്ന് ആലോചിച്ചൊക്കെയാണ്. ഞാൻ ആ സദസ്സിൽ എണ്ണം കൂട്ടാനല്ല, അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. അതുപോലെ വെള്ളിയാഴ്ച നമ്മൾ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകും. 1 മണിക്കൂർ സമയം നമ്മളപ്പോഴും ഇങ്ങനെ കാഷ്യർ സീറ്റിലിരുന്ന് നോട്ടണ്ടാണ്. നമ്മളിങ്ങനെ ദുനിയാവിൻ്റെ തിരക്കിലാണ്, നമ്മൾ കുടുംബ സന്ദർശനങ്ങളിലാണ്. ഒന്നും വേണ്ടെന്നല്ല, ഞാൻ പറഞ്ഞ രണ്ടും വേണം. പക്ഷെ നമ്മൾ അത്യാവശ്യമായിട്ട് എത്തിപ്പെടേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ വേണ്ടേ? ഇമാം അഹ്മദ് നേരത്തെ പറഞ്ഞില്ലേ, അന്ന് എഴുത്തു പലകയാണ്, അന്ന് എഴുത്തു കോലാണ്. പ്രത്യേകം മഷികൾ കലക്കിയിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന മഷിയെ ഉപയോഗിക്കുക. അതിലിങ്ങനെ കുത്തു, 2 അക്ഷരം എഴുതും, പിന്നെയും കുത്തും, കോല് കൂർപ്പിക്കുക എഴുതുക, അങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെ ഇമാമികൾ കിതാബ് എഴുതിയത് അങ്ങനെയാണ്. ഇമാം ഇബ്നുൽ ജൗസി എഴുതി തേഞ്ഞ കോലുകളൊക്കെ എടുത്ത് ചെയ്യുന്നതാണ്. അദ്ദേഹം മരിക്കാൻ നേരത്തെ വസിയത്ത് എഴുതി വെച്ചു, ഞാൻ എഴുതി തേഞ്ഞ കോല് കൊണ്ട് ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് എന്നെ മയ്യത്ത് ഒളിപ്പിക്കണം എന്ന് പറഞ്ഞത് അല്ലേ. വേറെ റിവായത്തിൽ വന്നത് അതിട്ട് കത്തിച്ച വെള്ളം കൊണ്ട് വെള്ളം തിളപ്പിക്കണം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ട വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴും എഴുതി തേഞ്ഞ കോലുകൾ ബാക്കിയിരുന്നു. അത്ര വിലയേറിയ പണ്ഡിതന്മാരാണ് അവരൊക്കെ. ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒരു എഴുത്തു പലകയും കോലെടുത്തിട്ടൊരു വഴി കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, ശൈഖങ്ങളെ കിട്ടാം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു ഇൽമിൻ്റെ സദസ്സുണ്ട്, ഞാൻ അതുവരെ പോവുകയാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ വിദ്യാർത്ഥി ചോദിക്കുകയാണ്, ശൈഖങ്ങളെ ഇൽമ് എത്ര വലിയ ഇൽമാണ്, ഇതെന്നാ തീരല് എന്നാണ് ചോദിച്ചത്. കണ്ടാ, എന്നാ തീരല്? അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ലേ, ഹത്തായിലൽ മഖ്ബറ. മഖ്ബറ എന്ന് പറഞ്ഞാൽ ഖബറാണ്. ഖബറിൽ എത്തുന്നത് വരെ ഞാനിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അത്രമേൽ ഇൽമിനോട് ദാഹമുള്ളവരായിരുന്നു മുൻഗാമികൾ. നമുക്ക് അല്ലേ ആലോചിച്ചു. ഞാൻ സത്യം, ഞാൻ അതൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ഇത് നിങ്ങൾ കൊച്ചാക്കുകയാണോ, കുറ്റപ്പെടുത്തുക എനിക്ക് തോന്നിപ്പോകും. നിങ്ങൾ തോന്നിപ്പോകുമെന്ന് എനിക്ക് പേടിയാണ്. അങ്ങനെയല്ല, നമ്മളെത്താൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അത് നമുക്ക് ചാർജ് ആകണമെങ്കിൽ, ഈമാനിൻ്റെ ചാർജ് വേണമെന്നുണ്ടെങ്കിൽ അത്തരം സദസ്സുകളിൽ നമുക്ക് പോകേണ്ടതുണ്ട്, എത്തൽ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ മക്കളോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു പഞ്ഞ് തിരക്കുകളിലേക്ക് പോവുകയാണ്. അവർക്ക് നമ്മളൊരു പ്രത്യേക സമയക്രമീകരണം എല്ലാ വിഷയത്തിലും, കളിക്കാനുള്ള സമയം അല്ലേ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നില്ല അതിന് നിശ്ചിത സമയം, അതുപോലെ തന്നെ നമ്മളെ മക്കളുടെ ഭക്ഷണ സമയം, എണീക്കുന്ന സമയം, സ്കൂളിലെ വിഷയങ്ങൾ, ഇതിനൊന്നും തെർത്തീപില്ല. എന്താണെന്ന് വെച്ചാൽ ആകപ്പാടെ കുഴഞ്ഞു മറിയും. നേരെ മറിച്ച് നമ്മളെ ജീവിതത്തിന് ഓരോ ദിവസം ഒരു ഓഡിറ്റിംഗ് ഉണ്ടെങ്കിൽ, ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ, രാവിലെ ഞാൻ എല്ലാ ദിവസവും നീക്കുന്ന സമയം ഇത്ര സമയമാണ്, ഇന്ന സമയം എൻ്റെ തഹജ്ജുദിൻ്റെ സമയമാണ്, ഇന്ന സമയം എൻ്റെ സുബഹി സ്വലയാണ്, അത് കഴിഞ്ഞ് അദ്കാറിൻ്റെ സമയമാണ്,
അത് കഴിഞ്ഞാൽ ഞാൻ ചായ കുടിക്കേണ്ട സമയമാണ്. അതിനൊക്കെ ഒരു സമയം ഉണ്ടാക്കുക. ആ ദിശയിൽ കൂടി നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ കുറച്ച് നമ്മൾ വെറുതെ ഇരിക്കണം, ഒരു അരമണിക്കൂർ, ഒരു ആശ്വാസം, റിലാക്സിന് വേണ്ടിയിട്ട്. ഇത് നമ്മളെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട സമയം ഇനി വരുന്നത്. കാരണം എന്താ അറിയോ, കൊച്ചു കുട്ടികളാണ്, ഇളം തലച്ചോറാണ്. ഓർക്ക് പഠിക്കുന്ന സിലബസുകളാകട്ടെ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്തതാണ്. ഓല ഏറ്റിപ്പോണ ബാഗിൻ്റെ കാര്യം കണ്ടിട്ടില്ല നിങ്ങൾ? അപ്പം അവരോട് വന്ന ഉടനെ ഇരുന്ന് പഠിക്കാൻ പറയാ, വായിക്കാൻ പറയാ, ചെയ്യാനുള്ളത് ചെയ്യാം, അങ്ങനെയല്ല. അവർക്ക് നമ്മുടെ സമാധാനത്തിൻ്റെ കുറച്ച് സമയം കണ്ടെത്തി കൊടുക്കണം. നമ്മളെ കൂടെ ഇരുന്ന് കളിക്കാനുള്ള കുറച്ച് സമയം കണ്ടെത്തണം. അതോടൊപ്പം തന്നെ വായിക്കാനും പഠിക്കാനുള്ള സമയം കണ്ടെത്തി. അപ്പോൾ സ്ട്രെസ്സ് കുറയും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മക്കൾ സ്കൂളിലേക്ക് പോകും, എത്ര ചെറിയ കുട്ടികളാണ് വലിയ കുട്ടികളാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ചെന്ന് അന്വേഷിക്കണം. കാരണം ഒരുപാട് മാഫിയകൾ ലോകത്തുണ്ട് ഇപ്പോൾ, പല രൂപത്തിലും പല മറവുകളിലുമായിട്ട്. കഴുകക്കണ്ണുകൾ കാത്തിരിക്കുന്ന നമ്മളെ പല കുട്ടികളെയും. അപ്പോൾ അവരൊക്കെ ഒന്ന് അന്വേഷിക്കുക സ്കൂളിൽ എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, കാസർഗോഡ്, ഞാൻ പേരൊന്നും പറയണില്ല, കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെട്ടൊരു കോളേജിൽ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞെന്താ, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് കോളേജിൽ വരണം, നിങ്ങളെ കുട്ടികളെ അന്വേഷിക്കണം. സ്വന്തം ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പല തിന്മകളുമാണ് അല്ലേ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ മറവിൽ ചെന്നവർ ചെയ്യുന്നത് എന്ന് കണ്ട പ്രിൻസിപ്പാൾ പറയാൻ തടയാൻ ചെല്ലാൻ പറ്റൂല. ഓൽക്ക് വേറെ പേരിട്ടേക്കും, ഓൽക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഇതിൽ ചെന്ന് പെടുന്നുണ്ടോയെന്ന് ഒരു കണ്ണ് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മളെ മക്കൾക്ക് ബാഗ് വാങ്ങിയിട്ടുണ്ടാവും, ബുക്കുകൾ വാങ്ങിയിട്ടുണ്ടാവും, അവർക്ക് വേണ്ടതൊക്കെ റെഡിയാണ്. അൽഹംദുലില്ലാ, നല്ലതാണ്, എല്ലാം ചെയ്യണം. അതോടൊപ്പം നമ്മളെ പരിചയത്തിലുള്ള കുറേ ആൾക്കാർക്ക് ഇതൊന്നും വാങ്ങാൻ കഴിയാത്ത ഇടങ്ങറാണ് ആൾക്കാരുണ്ടാവും. ഓരോന്ന് പരിഗണിക്കുക, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. വല്ലാഹു ഫീ ഔനിൽ അബ്ദ്, അള്ളാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്ന ദുനിയാവിൽ അള്ളാഹു സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വാക്കിൻ്റെ കനം എത്രയാണ്? അള്ളാഹു സഹായിച്ചുകൊണ്ടേയിരിക്കും. മാ കാനൽ അബ്ദു ഫീ ഔനി അഖി, പ്രയാസപ്പെടുന്നൊരു സഹോദരനെ നീ സഹായിച്ചാലേ പറയാൻ മടിയായിരിക്കും. കണ്ടറിഞ്ഞ് ചെയ്യുക. അത് എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ? അപ്പം നമ്മൾ അതിനൊന്നും നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു യഥാർത്ഥ മുസ്ലിമാകുമോ? നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് ശ്രദ്ധിക്കാനുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ മക്കൾക്ക് വേണ്ടി നല്ലോണം ദുആ ചെയ്യുക. ഒരു ഫിത്നയിലും പെടാതിരിക്കാനും നന്നായി മുന്നോട്ട് പോകാനും മക്കളോട് ചോദിക്കണം എന്ന് ഓർസ്കരിച്ചോ സ്കൂളിൽ പോയിട്ട് അതിലൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർക്ക്. ഇങ്ങനെ രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന മക്കൾ. ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിർത്തുകയാണ്. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന അധികം ആൾക്കാർ രക്ഷിതാക്കളാണല്ലോ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കുമാറാകട്ടെ. ഈ മക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപ്പ ഉണ്ടാക്കിയെടുക്കുന്ന ദുനിയാവിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ്, നല്ല അസറ്റ് എന്ന് പറയുന്ന എന്താ നിങ്ങൾ, നല്ല ദീനുള്ള രണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാണ് അല്ലേ? നോക്കൂ നിങ്ങൾ, ബാങ്ക് കൊടുത്ത പള്ളിയിൽ പോണൊരു മക്കളുണ്ടെന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. പുറത്തിറങ്ങുമ്പോൾ പൂർണ്ണ ഹിജാബോട് കൂടി ഇറങ്ങുന്നൊരു പെൺകുട്ടി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. ഇതിങ്ങനെ വീട്ടിൽ കുറേ ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കുക, സംഗീതം കേൾക്കുന്നു, സിനിമ കാണുന്നു, സീരിയൽ കാണുന്നു. നമ്മളാരാ? നമ്മൾ ദീനുള്ള ആൾക്കാരാണ്. നമ്മൾ ദയ്യൂസുകളാകരുത്. അല്ലാഹുൽ മുസ്തആൻ. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ ആ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. ശരിക്കും നേരിട്ടുള്ള അർത്ഥം കൂട്ടിക്കൊടുപ്പായിരുന്നാണ്. തിന്മക്ക് അവസരം ചെയ്തു കൊടുക്കുക. നമ്മളെ അണ്ടറിൽ നമ്മൾ അധ്വാനിച്ചു കൊണ്ട് കൊടുക്കേണ്ട വസ്ത്രം, നമ്മൾ അധ്വാനിച്ചു കൊണ്ട് കൊടുക്കേണ്ട ഭക്ഷണം, നമ്മൾ ചോര നീരാക്കി പ്രവാസിയായിട്ടുണ്ടാക്കിയ വീട്, നമ്മളെ വണ്ടി, ആ അധികാരം വെച്ചിട്ടല്ലേ ഞാൻ പറയണത്. ഇതൊക്കെ നമ്മൾ കൊടുത്തില്ലേ? ആ കൂട്ടത്തിൽ നമ്മൾ ഓരോട് പറയണം, ഇതിനേക്കാളൊക്കെ ഗൗരവമാണ് കേട്ടോ, ഹറാമ് ചെയ്യരുത് എൻ്റെ കുട്ടിയാണ്. അതിനുവേണ്ടി അവസരം ഞാൻ ഉണ്ടാക്കി തരൂല, നിലപാട് വേണം. അത് നിലപാടെന്ന് പറയും, സ്റ്റാൻഡ് എന്നതിന് പറയാം. അതെന്താ നമുക്ക് എടുക്കാൻ പറ്റാത്തത്? ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തല്ല. അതുകൊണ്ട് അവിടെയാണ് നമ്മൾക്ക് നിലവാരം വേണ്ടത്. ഖുർആൻ്റെ സൂറത്തുൽ ലുഖ്മാൻ്റെ ആദ്യത്തെ വചനങ്ങളൊക്കെ വായിച്ചു നോക്കൂ നിങ്ങൾ. ഒരു ഉപ്പ എന്നുള്ള നിലക്ക്, ഉമ്മ എന്ന നിലക്ക് മക്കൾക്ക് കൊടുക്കേണ്ട ഒന്നാമത്തെ ഉപദേശം, ഇന്നഹാ ഇൻതകും മിസ്ഖാല ഹബ്ബ മിൻ ഖർദൽ ഫതകുൻ ഫീ സുഖറ ഔ ഫീസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹി അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മകനെ, ലോകത്ത് എന്ത് കാര്യം നീ എവിടെ കൊണ്ടേ മറിച്ച് വെച്ചാലും അതിന് വലിയ കരിമ്പാറക്കെട്ടുകൾക്കുള്ളിൽ ഒരു കടുകുമണിയോളം ചെറുതണജി കൊണ്ടേ ഒളിപ്പിച്ച് വെച്ചാലും യഅതി ബിഹി അല്ലാഹ് ഒക്കെ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. ദീനുള്ള മക്കളാക്കി വളർത്തുക. രണ്ട് ലോകത്ത് നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടണം. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് മക്കളാൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന രക്ഷിതാക്കളാകാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനനുസൃതമായ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഇൽമുകളൊക്കെ കൊടുക്കുന്ന യഥാർത്ഥ രക്ഷിതാക്കളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ.
വലിയ വലിയ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അതുപോലെയുള്ള മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളാണ്, വലിയ വലിയ രോഗികളാണ്. അള്ളാഹു നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് പരിപൂർണമായ ഷിഫാവുൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ ബന്ധപ്പെട്ടവരെയും ഒക്കെ നമ്മയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ, അടുത്തും ഇതുവരത്തുമായൊക്കെ വിട പറഞ്ഞു പോയ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. പല ആളുകളും ആറടി മണ്ണിൽ അമർന്നു കഴിഞ്ഞവരാണ്. അള്ളാഹു അവരുടെയെല്ലാം ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരിലൊക്കെ വന്നുപോയ പാപക്കറകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം റഹ്മാനായ റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് മരണമാകുന്ന മലക്ക് നമ്മളെ തേടി വരുന്ന സമയത്ത് യഥാർത്ഥ മുവഹിദായി, മുഖ്ലിസായി, മുത്തഖിയായി, ഒരു മുഅ്മിനായി സ്വർഗത്തിലും മഖഅദും കണ്ട് മരിക്കുന്ന അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് റബ്ബിലേക്ക് മടങ്ങുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ, സാധുക്കളായ പാപികളായ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇബാദത്തിൻ്റെ ഇൽമിൻ്റെ സദസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മിലൊക്കെ വന്നുപോയ ചെറുതും വലുതുമായ സകലവിധ പാപക്കറകളും റഹ്മാനായ, റഹീമായ, ഗഫൂറായ, ഗഫാറായ, ഗാഫിറായ, തവ്വാബായ റബ്ബ് വിട്ടുപുറത്ത് നമ്മയെല്ലാം അവൻ സംസ്കരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.